ഇന്ന് ജൂലൈ 5. ഇന്ന് ബഷീറിൻ്റെ ഓർമ്മ ദിനമാണ്. വൈക്കം മുഹമ്മദ് ബഷീർ മലയാള ഭാഷയെ സമ്പന്നമാക്കിയ സാഹിത്യകാരന്മാരിൽ ഒരാൾ. തലയോലപ്പറമ്പിൽ നിന്ന് ലോകം ചുറ്റാൻ ഇറങ്ങി പിന്നീട് ബേപ്പൂരിൽ വന്ന് സ്ഥിരതാമസമാക്കിയ ഒരു പ്രതിഭയാണ് ബഷീർ. മലയാള സാഹിത്യത്തിന് ഒരുപാട് സംഭാവനകൾ അദ്ദേഹം നൽകി. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എല്ലാ തലത്തിലും ചർച്ച ചെയ്യപ്പെട്ടുള്ള പുസ്തകങ്ങളായിരുന്നു. ഒരുപക്ഷെ ബഷീറിൻ്റെ മറ്റ് കൃതികളെ അപേക്ഷിച്ച് എനിക്ക് എന്തുകൊണ്ടോ കൂടുതൽ താല്പര്യം തോന്നിയിട്ടുള്ളത് ബാല്യകാലസഖി തന്നെയാണ്. സാറാമ്മയുടെയും കേശവൻ നായരുടെയും പ്രണയം പറഞ്ഞു പോകുന്ന ഒരു കഥയുണ്ട്, പ്രണയലേഖനം. അത് വളരെ മനോഹരമാണ്. ഒരു വ്യത്യസ്തമായൊരു പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ഒരു രസകരമായ ശൈലിയാണത്. അങ്ങനെ ഒട്ടുമിക്ക കഥകളും ബഷീർ ആ രീതിയിലാണ് പറഞ്ഞു പോയിട്ടുള്ളത്. മലയാള ചലച്ചിത്ര രംഗവും ബഷീർ സാഹിത്യത്തെ നന്നായി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറേ കൃതികൾ മലയാളത്തിൽ ചലച്ചിത്ര രൂപം പൂണ്ട് ഇറങ്ങിയുണ്ടായിട്ടുണ്ട്. ഭാർഗവി നിലയം, ബാല്യകാലസഖി, മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ, പ്രേമലേഖനം, ധ്വനി, മതിലുകൾ, ശശിനാഥ്, ഇങ്ങനെ കുറേ കൃതികൾ മലയാളത്തിൽ സിനിമ രൂപത്തിൽ ഇറങ്ങുകയുണ്ടായിട്ടുണ്ട്. മതിലുകൾ എന്ന സിനിമയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് നല്ല കഥയ്ക്കുള്ള ദേശീയ അവാർഡും ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ ലോകത്ത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ ഒട്ടനവധിയാണ്. അതുകൂടാതെ 1982 അദ്ദേഹത്തെ പത്മശ്രീ നൽകി രാജ്യം ആദരിക്കുകയുണ്ടായി. തുടർന്ന് 1987 കോഴിക്കോട് സർവകലാശാല അദ്ദേഹത്തെ ഡീലിറ്റ് ബിരുദം നൽകി ആദരിക്കുകയും ചെയ്തു. മലയാള ഭാഷയെ സമ്പന്നമാക്കിയ എഴുത്തുകാരിൽ ഒരാളായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരു നിമിഷം ഞാൻ ശിരസ്സ് നമിക്കുന്നു.